നമസ്കാരം. ഇന്നലെ വാൽപ്പാറയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 9 മലയാളികൾ മരിച്ച സംഭവം വളരെ ദാരുണമായിരുന്നു. കേരള സമൂഹം ഒന്നടങ്കം വിറങ്ങലിച്ചു പോയ സംഭവത്തിൽ മരണപ്പെട്ട 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി മലപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ നടപടികൾ പൂർത്തിയായി വരികയാണ്. മാത്രമല്ല, ഇന്ന് 9 പേരുടെയും പൊതുദർശനം ഉണ്ടാകും. അപകടത്തിൽപ്പെട്ട ട്രാവലറിന് പിന്നാലെ എത്തിയ സ്വിഫ്റ്റ് കാറിലുള്ളവരാണ് അപകട വിവരം അറിയിച്ചതെന്ന് പൊള്ളാച്ചി മലയാളി സമാജം പ്രവർത്തകർ പറഞ്ഞിരുന്നു. മലപ്പുറം വളാഞ്ചേരി പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കിറങ്ങിയ അധ്യാപക സംഘത്തിന്റെ യാത്രയാണ് വാൽപ്പാറയിലെ മലമടക്കുകളിൽ ദുരന്തമായി മാറിയത്. നിയന്ത്രണം വിട്ട് ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:15 അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ട്രാവലറിന് തൊട്ടു പിന്നാലെ സ്വിഫ്റ്റ് കാറിൽ വന്ന സംഘമാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിയുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇവർ വിവരം കൈമാറിയതോടെയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത്. എന്നാൽ റേഞ്ച് കുറഞ്ഞ സ്ഥലമായിരുന്നു. ആളുകൾക്ക് എത്തിപ്പെടുന്നതിൽ ധാരാളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപകടം നിറഞ്ഞ വളവാണ്. 13-ാം നമ്പർ ഹെയർപിന്നിൽ ഇതിനു മുൻപും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ ചെറിയൊരു താമസം മാത്രമാണ് ഉണ്ടായത്. അതിവേഗം അഗ്നിരക്ഷാസേനയും പോലീസും ആശുപത്രിയുമൊക്കെ അധികൃതരുമൊക്കെ വളരെ ദ്രുതഗതിയിൽ തന്നെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും 9 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 5:10 വിവരം ലഭിച്ച ഉടൻ തന്നെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ നിന്നും 10ഓളം ആംബുലൻസുകൾ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയിരുന്നു. പിന്നാലെ വന്നവർ വിവരം അറിയിച്ചതിനാൽ രക്ഷാപ്രവർത്തനം ഉടൻ തുടങ്ങാനായെങ്കിലും അപകട സ്ഥലവും ആശുപത്രിയും തമ്മിലുള്ള ദൂരം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ആദ്യം ജീവനുള്ളവരെ അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷമാണ് ഗുരുതരാവസ്ഥയിലുള്ളവരെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയത്. പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂൾ പ്രധാന അധ്യാപിക കൊളത്തൂർ പാലൂർ സ്വദേശിനി അജിത, അധ്യാപകരായ പാങ് താണിക്കോട് സ്വദേശി റംല, പാങ് ഈസ്റ്റ് സ്വദേശി സുഹറ, കൊളത്തൂർ സ്വദേശി ആശ, പാങ് മില്ലുംപടി സ്വദേശി മജീദിന്റെ ഭാര്യ റുഖിയ, പള്ളിപ്പറമ്പ് സ്വദേശിനിയും സ്കൂളിലെ പാചക തൊഴിലാളിയുമായ സാജിദ, മരിച്ച സുഹറയുടെ മകൻ ഹിഷാം, പാങ് GPSലെ അധ്യാപിക ഷക്കീല എന്നിവരാണ് മരണപ്പെട്ടത്. എന്തായാലും 20കളിൽ മാത്രം പ്രായമുള്ള ഒരു ഡ്രൈവറാണ് ഇവരുടെ വണ്ടി ഓടിച്ചിരുന്നത്. പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ്, ട്രാവലർ വാൻ ഡ്രൈവർ ചുനൂർ സ്വദേശി മുഹമ്മദ് ഫായിസ്, പാചക തൊഴിലാളി സാജിദയുടെ മകൻ ഷഹദീൻ എന്നിവർ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ഇന്നലെ തന്നെ ചികിത്സയിലായിരുന്നു. ഇതിലെ ഡ്രൈവർക്ക് അത് 13-ാം നമ്പർ ഹെയർപിൻ വളവ് വളരെ ശ്രദ്ധയോടുകൂടി ഓടേണ്ടതാണ്, ഓടിച്ച് കയറ്റേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടമായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും 13 പേരുടെ യാത്രാ സംഘത്തിൽ 9 പേരും മരണപ്പെട്ടിരിക്കുന്നു. അവരെ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ മലപ്പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം ഉച്ചയോടുകൂടി പൊതുദർശനം ഉണ്ടാകും. ഇന്ന് തന്നെ ഖബറടക്കവും സംസ്കാരവും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.